തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിലെ നഗരസഭാ കെട്ടിടം ഏത് നിമിഷവും തകരുമെന്ന അവസ്ഥയിലാണ്. കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിൽ ആൽമരത്തിന്റെ വേരുകൾ വളർന്ന് കോൺക്രീറ്റ് അടർന്ന് പോയതിനാൽ ഭീതിയിലാണ് യാത്രക്കാരും കച്ചവടക്കാരും. തലശ്ശേരി നഗരത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന സ്ഥലമാണ് പുതിയ ബസ് സ്റ്റാൻഡ്. പുതിയ ബസ് സ്റ്റാൻഡിലെ നഗരസഭാ കെട്ടിടത്തിൽ ആൽമരം വളർന്ന് അപകട ഭീഷണിയിലായി. കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിൽ ആലിന്റെ വേരുകൾ വളർന്ന് കോൺക്രീറ്റ് അടർന്നതായി കാണാം. മഴ പെയ്യുമ്പോൾ ഇതിലൂടെ വെള്ളം താഴേക്കിറങ്ങി കെട്ടിടത്തിന് ബലക്ഷയവും ഉണ്ടാവുന്നുണ്ട്. ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ എത്തുന്നത്. കെട്ടിടത്തിന്റെ ഉൾഭാഗത്തെ അവസ്ഥയും പരിതാപകരമാണ്. ദിവസവും കോൺക്രീറ്റ് പാളികൾ അടർന്ന് വീഴുകയാണ് ഇവിടെ. മുകളിലത്തെ നിലയിൽ പലയിടത്തും കോൺക്രീറ്റ് അടർന്ന നിലയിലാണ്. കെട്ടിടത്തിൽ നിരവധി സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത്. ഏത് നിമിഷവും ഒരു അപകടം സംഭവിച്ചേക്കാമെന്ന ഭയത്തോടെയാണ് ആളുകൾ ഇവിടെ ജോലി ചെയ്യുന്നത്. ഈ ആൽമരം കൊണ്ട് ഇതിൻ്റെ അടിത്തറ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. പൊതുവെ ഇന്ന് നാട്ടിൽ ബിൽഡിംഗ് പൊട്ടി വീഴുക, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ ഇതുപോലുള്ള ഈ നഗരസഭാ കെട്ടിടത്തിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെയുള്ള ആൽമരം ജനങ്ങൾക്ക് ഭീഷണിയായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ യാത്ര ചെയ്യുന്ന ഈ സ്ഥലത്തു നിന്നും ഇത് എത്രയും പെട്ടെന്ന് മുറിച്ചു മാറ്റേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഒരു വൻ ദുരന്തം തന്നെ നമുക്ക് കാണേണ്ടി വരും. വളരെ വേദനാജനകമായ ഒരു അവസ്ഥ വരുന്നതിനേക്കാൾ മുന്നേ അധികാരികൾ ഉണർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ ഇനിയും ഒരുപാട് ദുരന്തങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കേരള ജനത ഇതും കാണേണ്ടി വരും. ഏതാണ്ട് 40 വർഷത്തിലധികം പഴക്കമുള്ള കെട്ടിടത്തിൽ കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് ശോചനീയാവസ്ഥയ്ക്ക് കാരണം. കെട്ടിടത്തിന്റെ ബലക്ഷയം കാരണം ഇതിലൂടെ നടന്നുപോകാൻ പോലും പേടിക്കേണ്ട അവസ്ഥയാണെന്നും യാത്രക്കാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.